ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കുനുകുനാന്നുള്ളൊരു ടേസ്റ്റുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ പുഡിങ് ആർക്കും കഴിക്കാം, കാരണം നല്ല അത്രയും സോഫ്റ്റാണ്. ഇത് പല്ലില്ലാത്തവർക്കും കഴിക്കാം, അത്രയും സോഫ്റ്റായിട്ടുള്ളൊരു പുഡിങ്ങാണ്. എല്ലാ പുഡിങ്ങും സോഫ്റ്റ് തന്നെയാണ്, പക്ഷേ ഇത് ചൈന ഗ്രാസോ അങ്ങനെയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയ പുഡിങ്ങാണ്. ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. നമ്മൾ പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ എളുപ്പമുള്ളൊരു പുഡിങ്ങും കൂടിയാണ് കേട്ടോ. ഇത് ഞാൻ യൂട്യൂബിൽ യുമ്മി ചാനൽ കണ്ടിട്ടുണ്ട്, ഉണ്ടാക്കിയതാണ്. അവരെ ചാനൽ നല്ല അടിപൊളിയായിട്ട് കണ്ടപ്പം കണ്ടാൽ തന്നെ നമുക്കൊന്ന് ഉണ്ടാക്കാൻ തോന്നും. അത്രയും ഈസിയാണ്, അത്രയും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണത് നോക്കാം. ബ്രെഡും കസ്റ്റാർഡ് പൗഡറും പാലും പഞ്ചസാരയും മാത്രം മതി ഈ ഒരു പുഡിങ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളതൊരു 5 ബ്രെഡാണ് കേട്ടോ. ഈ ബ്രെഡിൻ്റെ ആ സൈഡ് ഭാഗമൊക്കെ ബ്രൗൺ കളറൊക്കെ ഒന്ന് അരിഞ്ഞ് വെറും വെള്ള കളറിലുള്ള ബ്രെഡാണ് നമുക്ക് വേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു പുഡിങ്ങിന് ആ ഒരു വെള്ള നിറം കിട്ടുള്ളൂ. മറ്റേ ഒരു ബ്രൗൺ കളറും അതിങ്ങനെ മിക്സിയിലടിക്കുമ്പം ഒരു ബ്രൗൺ കളർ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അരിഭാഗമൊക്കെ ഒന്ന് കത്തി കൊണ്ട് ഒന്ന് അരിഞ്ഞ് കളയാം. അപ്പോൾ ഞാനെല്ലാം അരിഞ്ഞ് പിച്ചിയിട്ട് ഞാൻ മിക്സിക്ക് ഇട്ട് കൊടുത്തിക്കണം. ഇതൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ അത് ഈ ഒരു ഇതിൽ പൊടിച്ചെടുക്കണം. ഇനി പഞ്ചസാര കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ഒരു പാനിൽ ഇട്ട് കൊടുത്തിട്ട് തീ കത്തിച്ചിട്ട് അതിങ്ങനെ ഉരുകി വരും. ഒരു ബ്രൗണോ നമുക്കത് ഇളക്കാതെ ഇങ്ങനെ വെക്കുക. ഏകദേശം ബ്രൗൺ കളറിന് നമ്മൾ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല ഫ്ലെയിമിൽ തീ കരിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ കരിഞ്ഞതുണ്ടാവും. ഇതിൻ്റെ എണ്ണ ഒന്ന് ചൂടേറിപ്പോയി. അപ്പം ചൂടിൽ ആക്കണ്ട. അപ്പോൾ ഒരു കരിഞ്ഞ കയ്പും വരും. ഇത് നല്ലോണം ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ആക്കണ്ട. ഞാനൊരു കേക്ക് ടിന്നിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പഞ്ചസാര കാരമൽ ചെയ്തത് അതിൻ്റെ അടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പുഡിങ് ഉണ്ടാക്കണ ഏത് പാത്രമാണെങ്കിലും അതിൻ്റെ അടിയിലേക്ക് ഈ ഒരു ഇത് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കസ്റ്റാർഡ് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് പാലിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഞാനൊരു ഇതിന് 2 സ്പൂണ് കസ്റ്റാർഡാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുക. കസ്റ്റാർഡ് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട്. ഞാൻ പാല് അടുപ്പത്ത് വെച്ചിരുന്നു. 1/2 ലിറ്റർ പാലിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. 2 സ്പൂണ് കസ്റ്റാർഡ് 1/2 ലിറ്റർ പാലിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാലിവിടെ തിളപ്പിക്കാൻ വെച്ചിരുന്നു. ഇനി ഇതിലേക്ക് മധുരത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഒരുപാട് മധുരം വേണമെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് 2 കയ്യിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 500 പാലിലേക്ക് 2 കയ്യിൽ പഞ്ചസാര. പിന്നെ നമ്മൾ കാരമൽ ചെയ്ത അതും മധുരം തന്നെയല്ലേ, അപ്പോൾ അതിലേക്കല്ല ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ മധുരം ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കലക്കി വെച്ച കസ്റ്റാർഡ് ഒഴിച്ച് അപ്പോൾ തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒഴിക്കുമ്പോഴത്തേന് കട്ട പിടിക്കും. അപ്പോൾ ഒഴിച്ച് അപ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ടയായി നിൽക്കും. പിന്നെ നമുക്കത് ബുദ്ധിമുട്ടാണ്. ഇനി ഇതിലേക്കൊരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഏകദേശം കുറുകി വരുമ്പോൾ നമ്മൾ ബ്രെഡ് പൊടിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1/2 ലിറ്റർ പാല്, 2 ചെറിയ സ്പൂണിന് 2 പൗഡർ ബ്രെഡാണ് ഞാൻ എടുത്തിട്ടോ. ആ ബ്രെഡെല്ലാം ഇതിലേക്ക് ചേർത്ത് ഏറ്റൊന്ന് വേവിച്ച്. അപ്പോൾ അത് കുറുകി വന്നിട്ടുണ്ട്. ഈ ഇതിലാണ് നമുക്ക് എടുക്കേണ്ടത്. ഇപ്പോൾ കസ്റ്റാർഡും ബ്രെഡിൻ്റെ പൊടിയൊക്കെ അതിലിട്ടിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അത് ഈ കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ആവി കയറ്റിയെടുക്കണം. ഒരു 10-20 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ആവി കയറ്റി പറഞ്ഞാൽ നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഇത് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്റ്റാൻഡ് എന്തെങ്കിലും വെച്ചിട്ട് ഇറക്കി വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ചെറിയ സിമ്മിലാക്കിയിട്ട് ഒന്ന് ആവി കയറ്റുക. അപ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകൾക്ക് ആണ്, വെള്ളത്തിൽ വെക്കരുത് ഈ ഒരു ഇത്. എന്നിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഞാൻ അതിലേക്ക് ഇറക്കി വെച്ചപ്പം മൂടി വെച്ചിട്ടില്ലായിരുന്നു. ഇങ്ങനെ ഒരു പാത്രം കൊണ്ട് മൂടി വെക്കുക, അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ എന്തെങ്കിലും വെച്ചിട്ട് മൂടി വെക്കുക. എന്നാൽ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ആ ഈർപ്പം പിന്നെ വെള്ളം ഇങ്ങനെ അതിലേക്ക് ഇറങ്ങിയിട്ട് അതിൽ കൂടുതൽ വെള്ളമാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനൊരു 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ചൂടാറാൻ വെച്ചിരുന്നു. അപ്പോൾ ചൂടൊക്കെ ആറി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് കമത്തി
കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അരി ഇങ്ങനെ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഏത് പാത്രത്തേക്ക് എടുക്കണമെന്ന് വെച്ചാൽ ആ പാത്രത്തേക്ക് ഇങ്ങനെ ഒന്ന് കമഴ്ത്തി കൊടുത്താൽ അടിപൊളി പുഡിങ് ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റും ഉണ്ടായിന് കേട്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ആ കാരമൽ ചെയ്ത ആ ഒരു ഇതൊക്കെ അതിൽ ആവിയിൽ വെച്ചപ്പം ഒന്നിങ്ങനെ അലിഞ്ഞ് ഇതിൻ്റെ മുകളിൽ കൂടെ ആയിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മൾ യുമ്മി പുഡിങ് ഉണ്ടാക്കാൻ ഒരു പണിയില്ല, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാം, വല്ല പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോഴും ഒക്കെ ഉണ്ടാക്കാം. ഇതുണ്ടോ കത്തിന് വെക്കുമ്പോഴത്തിന് താന്ന് പോകണം, അത്രയും സോഫ്റ്റാണ്. നമ്മൾ മുട്ടൻ്റെ വെള്ള വെച്ചിട്ടുള്ള പുഡിങ്ങൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെയാണ്, ഉണ്ടാക്കാനും സുഖമാണ്. വേണ്ടോ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുഡിങ് ഉണ്ടാക്കണ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.